ഇറാനെ ഒരൊറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരൊറ്റ രാത്രി കൊണ്ട് പ്രാചീന ശിലായുഗത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കും എന്ന് ട്രംപ് ഭീഷണി മുഴക്കാൻ തുടങ്ങിയിട്ട് 10-40 ദിവസങ്ങളായി. എന്നാൽ ഇറാൻ ജനത അതിനെ പുല്ലും വകവയ്ക്കാതെ വളരെ അവഗണനയോടെ തള്ളിക്കളയുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ചില കാരണങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഇറാൻ അമേരിക്കയെ ഭയപ്പെടാതിരിക്കുന്നത്, ട്രംപിനെ ഭയപ്പെടാതിരിക്കുന്നത്, ട്രംപിന്റെയും ഇസ്രായേലിന്റെയും ഭീഷണിക്ക് എന്തുകൊണ്ടാണ് വഴങ്ങാത്തത്? എന്താണ് യഥാർത്ഥ വസ്തുത? ഇറാനെ കുറിച്ച് ലോകത്ത് സംസാരിക്കുന്നത് എന്താണ്? അല്ലെങ്കിൽ ഇറാനെ കുറിച്ച് കുറെ അപകഥകൾ ലോകത്ത് പ്രചരിക്കുന്നുണ്ട്, ചിലർ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിന് ചില പ്രത്യേക ഉദ്ദേശങ്ങളുണ്ട്. എന്താണ് യഥാർത്ഥ വസ്തുത? ഇറാൻ ഇത്രയധികം ചെറുത്തുനിൽപ്പ് നടത്താൻ വേണ്ടി എന്താണ് അവരിൽ ഉള്ളത്? ഇതൊക്കെ കുറെ അറിയണ്ടേ? സ്വാഭാവികമായിട്ടും ആ വിവരങ്ങൾ ഇപ്പോഴാണ് അമേരിക്ക അറിയുന്നത്. അത് അറിഞ്ഞു തുടങ്ങിയതിന് ശേഷമാണ് ട്രംപിന് ഹാലിളകിയതും പേ പിടിച്ച പട്ടിയെ പോലെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ട് എങ്ങോട്ടൊക്കെയോ പഴക്കം പായുന്നത്. കഴിഞ്ഞ ദിവസം ഇറാൻ ജനത ഒന്നായി അണിനിരന്നുകൊണ്ട് മനുഷ്യച്ചങ്ങല, ഈ പാശ്ചാത്യ അധിനിവേശത്തിനെതിരെ, അവരുടെ അതിക്രമങ്ങൾക്കെതിരെ, ക്രൂരമായ നരഹത്യകൾക്കെതിരെ, കൂട്ടഹത്യകൾക്കെതിരെ മനുഷ്യച്ചങ്ങല തീർത്ത് ഇറാന്റെ ഭരണകൂടത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിൽക്കുകയുണ്ടായി. ഇനി മംഗോളിയക്കാരും അതുപോലെ അലക്സാണ്ടറും അതുപോലെ പലരും വന്ന ഒരു നാടാണ് ഇറാൻ. ആ ഇറാനിൽ അവരൊക്കെ വന്നിട്ടും എന്തൊക്കെ ചെയ്തിട്ടും അതിനെ അതിജീവിച്ച ഞങ്ങൾക്ക് ഈ വാക്കിന് വിലയില്ലാത്ത, ഒരു ധൈര്യമില്ലാത്ത പേടിത്തൂറി ട്രംപ് എന്ത് ചെയ്താലും ഒരു ചുക്കും ഞങ്ങൾക്ക് വരാനില്ല എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അത്തരത്തിലൊരു മനുഷ്യച്ചങ്ങല തീർത്തപ്പോ ഒളിഞ്ഞു വീണത് പ്രചരിപ്പിച്ചിരുന്ന മറ്റു ചില കഥകളാണ്. അതായത് ഇറാന്റെ ജനത 2-3 വിഭാഗങ്ങളായി ഇറാൻ ആഭ്യന്തര വിഭാഗത്തെ കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ ചെയ്തിയിൽ പൊറുതിമുട്ടിയിരിക്കുന്നു. ഇങ്ങനെ ഒരുപാട് കഥകളുണ്ടായിരുന്നു. എന്നാൽ ആ കഥകളെയൊക്കെ ആസ്ഥാനത്താക്കിക്കൊണ്ട് ഇറാൻ ജനത മുഴുവൻ ഇന്നത്തെ ഭരണകൂടത്തോടൊപ്പം നിൽക്കുക. ഈ പാശ്ചാത്യ ശക്തിയായിട്ടുള്ള അമേരിക്ക, അല്ലെങ്കിൽ നുണയനായിട്ടുള്ള, കള്ളനായിട്ടുള്ള, കൊള്ളക്കാരനായിട്ടുള്ള ട്രംപിനെയും ഭീകരവാദിയായിട്ടുള്ള നെതന്യാഹുവിനെയും ഒക്കെ പുറന്തള്ളിക്കൊണ്ട് ഇറാന്റെ ഭരണകൂടത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യച്ചങ്ങല, ഇറാന്റെ ഒന്നായിട്ടുള്ള ജനത, ഇറാന്റെ ആ ഒരു ജനത, ഐക്യ ജനത, അതിനെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഇറാനെ പൂർണ്ണമായി നശിപ്പിക്കും എന്ന്, അതായത് ഇറാനെ പൂർണ്ണമായി നശിപ്പിക്കും എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. അതായത് ഇറാനിയൻ ജനതയെ മുഴുവൻ ഞങ്ങൾ കൊന്നൊടുക്കും എന്നാണ് അർത്ഥം. അതായത് ഒരു രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ഞങ്ങൾ കൊന്നൊടുക്കും എന്ന് പറയുന്നത് ഭീകരതയല്ലാതെ പിന്നെന്താണ്? അതിനെ ഭീകരത എന്ന് വിളിക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു വിഭാഗം ജനങ്ങൾക്കോ കഴിയണില്ല. ഒരു രാജ്യത്തെ സാധുക്കളെ, അവിടെ അധിവസിക്കുന്ന മുഴുവൻ ജനങ്ങളെ കൊന്നെടുക്കുന്ന ഒരു ഭരണകൂടം പറയണേ. അയാൾ കൊള്ളക്കാരനും കള്ളനും കൊലപാതകയുമല്ലാതെ പിന്നെ ആരാണ്? അത്തരത്തിലുള്ള ആ ഭീഷണിക്കൊന്നും ഇറാൻ ജനതയും ഇറാൻ ഭരണകൂടം വഴങ്ങാത്തത് കൊണ്ട് ഭീഷണി മുഴക്കിയ ട്രംപിന് മണിക്കൂറുകൾക്കകം അതൊക്കെ പിൻവലിച്ചുകൊണ്ട് 2 ആഴ്ചത്തേക്ക് വെടിനിർത്തേണ്ടി വന്നു എന്ന് നമ്മൾ കണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇറാന് ഇത്രയധികം ധൈര്യം ഉണ്ടാകുന്നത്? ഇത്രയധികം ഒരു ഐക്യം അവർക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാ? നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു ശക്തിയല്ല. അതായത് അവരുടെ ശക്തി എന്ന് പറയുന്ന അറിവാണ്. നിങ്ങൾ ലോകരാജ്യങ്ങൾ മുഴുവൻ ലോകരാജ്യങ്ങൾ മൊത്തത്തിൽ എടുക്കണം. ഇപ്പോൾ ദുബായ് എടുക്കുന്നു, അതുപോലെ മറ്റു രാജ്യങ്ങൾ എടുക്കുന്നു. ഈ രാജ്യങ്ങളൊക്കെ സമ്പത്ത് കൊണ്ട്, അവരുടെ എണ്ണ സമ്പത്തോ മറ്റ് സമ്പത്തോ ഒക്കെ കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ടൂറിസം മേഖല, ജനങ്ങൾ കുറവാണ്. അറിയാമല്ലോ, അവിടെ വന്ന് അധിവസിക്കുന്ന മറ്റു രാജ്യക്കാരും ടൂറിസ്റ്റുകളുമാണ് ആ രാജ്യത്ത് കൂടുതൽ. ഓരോ രാജ്യത്തും ജനങ്ങൾ കുറവാണ്. അത് മാത്രമല്ല, ആ സമ്പത്ത് കൊണ്ട് ആകാശം മുട്ടുന്ന വലിയ മണിമാളികകളും മറ്റ് ആഡംബര സൗകര്യങ്ങളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നതല്ലാതെ ആ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയിട്ടോ രാജ്യത്തിന് വേണ്ടിയിട്ടോ യാതൊന്നും അവർ ചെയ്യുന്നില്ല. എന്തെങ്കിലും ഒരു അക്രമം അവർക്കെതിരെ ആരെങ്കിലും തിരിച്ചുവിട്ടാൽ മറ്റ് രാജ്യങ്ങളുടെ സഹായം തേടേണ്ട അവസ്ഥ. അതാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യങ്ങളിലൊക്കെ സൈനിക ബേസ് ഉണ്ടാക്കാനായിട്ടുള്ള പ്രധാന കാരണം. കാരണം അവരെയൊക്കെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അമേരിക്ക കയറി അടിച്ചോളും എന്നുള്ളൊരു അന്ധമായ ഒരു അന്ധവിശ്വാസം ഇല്ലേ? ആ അന്ധവിശ്വാസം അവർക്ക് അതാണുള്ളത്. പക്ഷെ ഇറാൻ അതല്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം ആയിരക്കണക്കിന് വർഷത്തെ പാരമ്പര്യമുള്ള, അത് ഏതർത്ഥത്തിലും പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ്. അവർ വിദ്യാഭ്യാസത്തിന് വളരെ പ്രസക്തി കൊടുക്കുന്ന രാജ്യമാണ്. വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അറിവാണ് ഏറ്റവും വലിയ ആയുധം എന്ന് ചിന്തിക്കുന്നവരവർ. അതിനുവേണ്ടി അവിടുത്തെ സ്ത്രീകൾ ഏതാണ്ട് 85% പേരും സാക്ഷരരും ഉന്നത വിദ്യാഭ്യാസമുള്ളവരാണ്. അതായത് ഇറാനെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾക്കാണ് വലിയ വിദ്യാഭ്യാസം ഉള്ളത്. എന്താണ് പ്രചരിക്കുന്നത്? എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾ എവിടെയെങ്കിലും നടക്കുമ്പോൾ അതിനെ പെരുപ്പിച്ച് കാട്ടിയിട്ട്, ഇനി നടന്നിട്ടുണ്ടോ തന്നെ സംശയമാണ്, ഞാൻ അങ്ങനെ പെരുപ്പിച്ച് കാട്ടിയിട്ട് അതാണ് ഒരു രാജ്യത്ത് മുഴുവൻ നടക്കുന്നതെന്ന് പറയും. നമ്മളിവിടെ ബീഫിന്റെ പേരിലുള്ള കൊലകളെ കുറിച്ച് സംസാരിക്കാറില്ലേ? പശു എന്നത്
ഒരു കൂട്ടരുടെ ഒരു വിശ്വാസമാണ്. ആ വിശ്വാസത്തെ ഹനിക്കുന്നു എന്ന് തോന്നിയാൽ അവർക്ക് നോവും. എന്നാൽ ഈ നോവിക്കുന്നു എന്ന് പറഞ്ഞവനും പശുവിനെ സ്നേഹിക്കുന്ന അറിയാത്തൊരു സമൂഹം അവനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതാണ് ഈ ഇന്ത്യ മഹാരാജ്യത്ത് മുഴുവൻ നടക്കുന്നതെന്ന് പ്രചരിപ്പിക്കുന്നത് നമ്മളൊക്കെ തന്നെയല്ലേ? ഒറ്റപ്പെട്ട ഏതെങ്കിലുമൊക്കെ സംഭവങ്ങൾ. അതുപോലെ ഇറാനിലും എന്തെങ്കിലുമൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഭരണകൂടത്തിനെതിരെയോ അല്ലെങ്കിൽ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ടോ ഒക്കെ പലരും ചെയ്യുന്നുണ്ടാകാം. അതിനെയൊക്കെ അവിടുത്തെ നിയമ സംവിധാനങ്ങൾ വെച്ചിട്ട് ഒതുക്കുന്നു ഉണ്ടാക്കാം. ഇല്ല എന്നൊന്നും പറയാക്കൂല, ഉണ്ട്. പക്ഷെ ബഹുഭൂരിപക്ഷം വരുന്ന അവിടുത്തെ ജനങ്ങൾ വിദ്യാസമ്പന്നരാണ്. അവരെ വിദ്യാസമ്പന്നരാക്കാൻ വേണ്ടി ഇറാൻ ഭരണകൂടം സദാ സന്നദ്ധരാണ്. അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് തന്നെയാണ് അവരുടെ വളർച്ചയുടെ കാരണം. ഇപ്പോ ഇറാൻ ഇറാഖ് യുദ്ധത്തിന് ശേഷം ഇറാഖിനെ അമേരിക്ക അടിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് മണ്ട ഉണ്ടായത് അതുകൊണ്ടാണ്. അന്ന് മുതൽ അവർ ആയുധം ഉണ്ടാക്കി കൂട്ടുകയാണ്. ഇത്രയും നാളുകൾ നിന്ന് അടിച്ചിട്ടും 40 ദിവസം കിടന്ന് അടിച്ചിട്ടും അമേരിക്കയ്ക്കും ഇസ്രായേലിനും തോറ്റു പിന്മാറേണ്ടി വന്നില്ല. ഇറാൻ തരുമ്പം പിന്മാറിയില്ലല്ലോ. അവസാനം അമേരിക്ക ആണല്ലോ ഈ വെടിനിർത്തലും കൊണ്ട് ഇങ്ങോട്ട് വന്നത്. അത് നമുക്ക് അത് ചെയ്യണം, ഇത് ചെയ്യണം, എല്ലാം ഞങ്ങൾ അംഗീകരിച്ചു എന്ന് പറഞ്ഞു വന്നത്. ഇറാനിലെ സർവകലാശാല വിദ്യാർത്ഥികളിൽ ഇന്നത്തെ കണക്കനുസരിച്ച് 60% സ്ത്രീകളാണ്, പുരുഷന്മാരല്ല. ഇറാനിലെ ഏതാണ്ട് 85% സ്ത്രീകളും സാക്ഷരരാണ്. 99% പുരുഷന്മാരും സാക്ഷരരാണ്. വളരെ ചുരുക്കം പേർ അല്ലാതെ ഉള്ളൂ. അതായത് വിദ്യാഭ്യാസം വളരെ പരമപ്രധാനമാണ് എന്ന് പഠിപ്പിക്കുന്ന, എല്ലാവരെയും വിദ്യാസമ്പന്നരാക്കി രാഷ്ട്രത്തിന്റെ സമ്പത്താക്കി വളർത്തിക്കൊണ്ടുവരാൻ സദാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് ഏതാ? ആ രാജ്യത്തെ പൗരന്മാരാ, ആ രാജ്യത്തെ ജനസമ്പത്താണ്. ഇന്ത്യ എന്തുകൊണ്ടാണ് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തത്? ഇന്ത്യയിൽ 145 കോടി ജനങ്ങളുണ്ട്. ഈ 145 കോടി ജനങ്ങൾ ഏത് പാർട്ടി ആയാലും എങ്ങനെ തമ്മിലടിച്ചു കഴിഞ്ഞാലും ഇത്രയും വലിയൊരു ജനസമ്പത്ത് എന്ന് പറഞ്ഞാൽ ആ ജനസമ്പത്ത് തന്നെ ആർക്കും തള്ളിക്കളയാൻ പറ്റില്ല. ഇതിൽ നിന്ന് പെറുക്കിയെടുക്കുന്ന ഏതാനും പേർ, അവർ മതി ഈ രാജ്യത്തെ സംരക്ഷിച്ചോളൂ. ഇറാനിലെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ മറ്റ് അറേബ്യൻ രാജ്യങ്ങളെ പോലെ അല്ല. ഇറാനെ നിലനിർത്താൻ തക്കവണ്ണമുള്ള ഒരു ജനസംഖ്യ അവിടെ ഉണ്ട്. അത് തന്നെയാണ് ഇറാന്റെ ശക്തി. ആ ജനമാകട്ടെ ഇറാന്റെ പരമാധികാരത്തിന് കളങ്കം വരുത്താൻ ആരൊക്കെ പുറപ്പെട്ടു വരുന്നുണ്ടോ അവരിൽ നിന്ന് എന്തൊക്കെ പീഡനങ്ങൾ സഹിച്ചാലും അതൊക്കെ സഹിച്ചുകൊണ്ട് അവരെ നേരിടാൻ ഭരണകൂടത്തോട് കൂടെ നിൽക്കുന്ന ഒരു ജനത കൂടിയാണ്. അതാണ് ഇറാന്റെ വിജയം. ഇറാനെ ഒന്നും ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ്. എന്നാൽ പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത് എന്താ? ഇറാനിലെ സ്ത്രീകൾ അടിമകളാണ്. ഇറാനിലെ സ്ത്രീകളെ എന്താ പറയാ, ഇസ്ലാമികമായിട്ട് അതിന് ഇസ്ലാമിനെയും കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതില് ഇസ്ലാം ഇങ്ങനെയാണ് എന്ന് നശിപ്പിക്കാൻ വേണ്ടി അതും കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഒരു മുസ്ലിം ഇല്ലാത്ത കളിയില്ലല്ലോ. അങ്ങനെ അതും കൂടി കൂട്ടിച്ചേർത്തിട്ട് ഇറാനിൽ അവിടെ സ്ത്രീകളെ മുഴുവൻ അടിമകളാക്കി കൊണ്ട് നടക്കുകയാണ്. ആ നിലയിലാണ് സത്യത്തിൽ ഇറാൻ. അങ്ങനെയാണോ? ഇറാനിലെ ആരോഗ്യരംഗം എടുത്തു നോക്ക്. ഇറാനിലെ ആരോഗ്യരംഗത്തിൽ 60% സ്ത്രീകളാണ് എന്ന് കാണാൻ പറ്റും. മറ്റേത് രാജ്യത്താണ് ഇത്രത്തോളം സ്ത്രീ പ്രാതിനിധ്യം ഉള്ളത്? അപ്പോൾ പ്രചരണങ്ങൾ മുഴുവൻ ഇറാനെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. സത്യത്തിൽ ഇറാന്റെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ രോഗം വന്നിട്ട് ചികിത്സിക്കുന്ന രീതിയല്ല. അതായത് പ്രിവെന്റീവ് ഹെൽത്ത് കെയർ, അതാണ് ആരോഗ്യ മേഖലയിലെ ഇറാന്റെ ഒരു ആശയം. അത് തന്നെയാണ് സൈനിക തലത്തിലും രാഷ്ട്ര സംരക്ഷണ തലത്തിലും ഇറാന്റെ ആശയം. ഒരടി വരുമ്പോഴല്ല നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്, അതിനു മുമ്പ് ചിന്തിക്കണം. അത് തന്നെയാണ് നമ്മൾ ഇറാനെ കുറിച്ച് മനസ്സിലാക്കണമെന്ന് പറഞ്ഞത്. നാളെ ഇറാഖിനെ സഹായിച്ച ശേഷം ഇറാഖിനെ കൊണ്ട് ഇറാനെ അടുപ്പിച്ച അതേ അമേരിക്ക, അതിനുശേഷം ഇറാഖിനെ ആക്രമിച്ച് നശിപ്പിച്ച അമേരിക്ക നാളെ നമുക്ക് നേരെ വരും എന്നുള്ള ഒരു അറിവ്, അതുപോലെ അതൊരു പ്രിവെന്റീവായിട്ട് അതിനെ തടയിടാൻ വേണ്ടി ഉണ്ടാക്കി വെക്കേണ്ട അവരുടെ ആയുധങ്ങൾ, അവരുടെ സംവിധാനങ്ങൾ എന്തൊക്കെയാണ്, അതിനെ തടയിടാൻ നമുക്കെന്തൊക്കെയാണ് വേണ്ടത്? ഇത് അറിയാത്ത പൊട്ടന്മാരൊന്നും അല്ലല്ലോ ഇറാനികൾ എന്ന് പറയുന്നത്. അവർക്ക് അതിനുള്ള അറിവുണ്ട്, അതിനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ അതെല്ലാം അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇസ്രായേലും അമേരിക്കയും എന്തൊക്കെ ചെയ്തിട്ടും ഇറാൻ ഒന്നും പറ്റാത്തതും. അത് വളരെ വ്യക്തമായി അറിയാവുന്നത് കൊണ്ടാണ് പാശ്ചാത്യം മറ്റ് രാജ്യങ്ങൾ, അതായത് അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളായിട്ടുള്ള ഇപ്പൊ നാറ്റോ ആയാലും ബ്രിട്ടൻ ആയാലും ഫ്രാൻസ് ആയാലും ഇവരെ ആരും കൊണ്ട് തിരിഞ്ഞു നോക്കാത്തതും. കാര്യം അവർക്കറിയാം ഇറാന്റെ വിദ്യാഭ്യാസ മേഖല അറിയാം, അവരുടെ ടെക്നോളജി വളർന്നത് അറിയാം, അവരുടെ ലക്ഷ്യം, അവരുടെ ചിന്താഗതി അറിയാം, ഇതെല്ലാം അറിയാം. അപ്പൊ എന്തായാലും സൈനിക തലത്തിൽ 10-40 വർഷം അവിടെ എല്ലാ അർത്ഥത്തിലും ഉപരോധമായതുകൊണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നതെന്ന് ജനങ്ങൾ അറിഞ്ഞില്ല. അതുകൊണ്ട് ഒരുപക്ഷെ തങ്ങളെക്കാൾ ഏറ്റവും വലിയ വിധത്തിൽ സൈനികമായും അല്ലാതെയും ഇറാൻ വളർന്നിട്ടുണ്ടെങ്കിൽ വെറുതെ എന്തിന് തലവെച്ചു കൊടുക്കണമെന്ന് മറ്റു രാജ്യങ്ങൾ ശരിയായി ചിന്തിച്ചു. അതുകൊണ്ട് അവർക്ക് കുഴപ്പമൊന്നുമില്ല. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇതൊന്നും പറയാതെ കൊണ്ടും തലവെച്ചു ഇപ്പോൾ ഊരാൻ കിടന്ന് കഷ്ടപ്പെടുകയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഒരു എന്താ പറയാ വൈരാഗ്യം, ഒരു ദേഷ്യം അമേരിക്കയോടും ഇസ്രായേലിനോടും ഉണ്ടതിന് കാരണമുണ്ട്. മിനാബിലെ സ്കൂൾ ആക്രമണത്തിലെ ഇപ്പൊ കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലേക്ക് പോയിട്ടുള്ള ആ വിമാനത്തിൽ വലിയ വിമാനമാണ് തെരഞ്ഞെടുത്ത്, ഒരു ചെറിയ വിമാനം തെരഞ്ഞെടുത്ത് പോയാൽ മതി. പക്ഷെ ഒരു വലിയ വിമാനം തെരഞ്ഞെടുത്തിട്ട് ഈ കൊല്ലപ്പെട്ട 170 കുരുന്നുകൾ, മിനാബിലെ സ്കൂളിൽ 170 കുട്ടികളാണ്. അതും 6 വയസ്സിനും
10-12 വയസ്സിനുള്ള കുട്ടികൾ, ആ കുട്ടികളെ ഉൾപ്പെടെയാണ് കൊന്നുകളഞ്ഞത്. അങ്ങനെ കൊന്നുകളഞ്ഞ കുട്ടികളുടെ ചിത്രവും അവരുടെ ബാഗും അവരുടെ ഷൂസും ഒക്കെ ആ സീറ്റുകളിൽ വെച്ചുകൊണ്ടാണ് അവിടെ ചെന്നിറങ്ങുന്നത്. അതായത് അമേരിക്കയും ഇറാനും തമ്മിൽ നടത്തുന്ന ആ സംഭാഷണം, സന്ധി സംഭാഷണമോ അല്ലെങ്കിൽ വെടിനിർത്തലോ ഒരു തരത്തിലും നടക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. പക്ഷെ ലോകത്തിനെ ബോധ്യപ്പെടുത്തണം. അമേരിക്ക എന്ന് പറയുന്ന ക്രൂര തെമ്മാടി രാജ്യം കാണിച്ചിട്ടുള്ള തെമ്മാടിത്തരം ലോകത്തെ ബോധ്യപ്പെടുത്തണം. അതിനാണ് ഇറാൻ പാകിസ്ഥാനിലേക്ക് വണ്ടി കയറിയത്. അതിൽ ഇറാൻ വിജയിക്കുകയും ചെയ്തു. ലോകം മുഴുവൻ സംസാരിച്ചില്ലേ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ശരിക്കുള്ള ആ സ്വഭാവത്തെ കുറിച്ച്. അറബ് രാജ്യങ്ങളിൽ പോലും അതേക്കുറിച്ച് ചർച്ച വന്നില്ലേ. ഈ കഴിഞ്ഞ 40 ദിവസം കൊണ്ട് ഇറാനിൽ ആക്രമിക്കപ്പെട്ടത് ഏതാണ്ട് 700-ലധികം സ്കൂളുകള്, അതുപോലെ ആശുപത്രികള്, അതുപോലുള്ള സ്ഥാപനങ്ങള്, മറ്റ് ജനവാസ മേഖലകളിലൊന്നും ആക്രമിക്കരുത്, സ്ത്രീകളെയും കുട്ടികളെയും ഒന്നും ചെയ്യരുതെന്നാണ് യുദ്ധ നിയമം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അമേരിക്കയ്ക്കും അത് ചെയ്യുന്നത് അമേരിക്കയും ഇസ്രായേലും ആകുമ്പോൾ അവർ എന്ത് തോന്നിയാസം കഴിഞ്ഞാലും അതൊക്കെ ധർമ്മമാണ്. ഏതാണ്ട് 700-ലധികം സ്കൂളുകളും 30-ലധികം സർവകലാശാലകള്, അതായത് കോളേജുകള്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെ 80ഓളം ആശുപത്രികളും കഴിഞ്ഞ 40 ദിവസങ്ങൾക്കുള്ളിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ബോംബിട്ട് തകർത്ത് നശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മണ്ണോട് മണ്ണാക്കി കളഞ്ഞു. പക്ഷെ ഇറാൻ പറയുന്നത് അതൊന്നും ഞങ്ങൾക്കൊരു ചുക്കുമല്ല, ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയവരെ ഞങ്ങൾ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടിക്കൊള്ളാം. ഈ സംഭവിച്ചതിനെയൊക്കെ ഇതിനേക്കാൾ 10 മടങ്ങ് ശക്തിയോടെ, 10 മടങ്ങ് കരുത്തോടെ ഞങ്ങൾക്ക് പടുത്തുയർത്താൻ കഴിയും. പക്ഷെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും യുദ്ധകാല കുറ്റകൃത്യങ്ങൾ അത് ലോകം ഒരിക്കലും മറക്കില്ല എന്നും അത് മറക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നും ഇറാനിൽ കാണിച്ചു കൂട്ടിയിട്ടുള്ള തെമ്മാടിത്തരങ്ങൾക്ക് മറുപടി പറയാതെ ഞങ്ങൾ വിടില്ല എന്നും. ഈ കാര്യമാണ് സത്യത്തിൽ ഇറാനെ ചൊടിപ്പിക്കുന്നതും അമേരിക്കയും ഇസ്രായേലിനെ വട്ടത്തിന് നിർത്തുന്നതും. പിന്നെ കുറച്ചൊക്കെ അടിയില്ലേ, ആകാശത്ത് നിന്ന് അടിക്കാനുള്ള ശേഷി അമേരിക്കയ്ക്കും ഇസ്രായേലിനും കൂടുതലുണ്ട്. അതുകൊണ്ട് ബോംബുകൾ അവർ പൊട്ടിക്കും. പക്ഷെ ആ പൊട്ടിക്കൽ അധികം നേരം നീണ്ടു നിൽക്കില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ആയുധശേഷി കുറവാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇറാൻ തകർത്തിട്ടുള്ള 12,000 കോടി വിലയുള്ള ഡ്രോണ്, അതാകെ 20 എണ്ണമേ അമേരിക്കയുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. ഈ 40 ദിവസം കൊണ്ട് 2 എണ്ണം ഇറാനിൽ തന്നെ തീർന്നു കഴിഞ്ഞു. ഇപ്പൊ കഴിഞ്ഞ ദിവസം വെടിവെടിച്ച് വെച്ചതും അതിനു മുമ്പ് തകർത്തതുമായിട്ട് 2 എണ്ണം തീർന്നു കഴിഞ്ഞു. ഇനി 18 എണ്ണേ ഉള്ളൂ. ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അവർക്ക് സമയം വേണ്ടേ. ഏതായാലും ഇറാഖിന്റെ ആ യുദ്ധകാലത്തിന് ശേഷം അമേരിക്ക ഇറാഖിനെ അടിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ ഇറാൻ ആയുധങ്ങൾ ഉണ്ടാക്കി കൂട്ടുന്നുണ്ട്. വെറുതെ ഇരിക്കുന്ന കരുതുന്നത്. അതുകൊണ്ട് ആയുധ ശേഖരത്തിൽ ഒരിക്കലും ഇറാനെ ആരും വെല്ലുവിളിക്കേണ്ടതില്ല. വെല്ലുവിളിച്ചാൽ അത് എവിടെയും എത്തുകയുമില്ല. ഏതായാലും ഇതിന്റെ അന്തിമ വിജയം ഇറാന് തന്നെ ആയിരിക്കുമെന്ന് ചിന്തിക്കുന്നത് അതുകൊണ്ടാണ്. ഏതായാലും ഇതിനൊക്കെ സമാധാനം പറയിച്ച് അതിനുള്ള നഷ്ടപരിഹാരം വാങ്ങിയതിന് ശേഷം മാത്രമേ, അല്ലെങ്കിൽ നഷ്ടപരിഹാരം വാങ്ങാനുള്ള മാർഗം ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഇത് അവസാനിപ്പിക്കൂ എന്ന് ഇറാൻ പറയുന്നത് വെറുതെയല്ല. ഇറാൻ വെറും വാക്ക് പറയാറുമില്ല. Different angles. Don't forget to subscribe and support this channel.